സംസാരസാഗരസമുദ്ധരണയേകമന്ത്രം ബ്രഹ്മാദിദേവമുനിപൂജിത സിദ്ധമന്ത്രം ദാരിദ്ര്യദുഃഖ ഭവരോഗ വിനാശമന്ത്രം വന്ദേ മഹാഭയഹരം ഗുരുരാജമന്ത്രം. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീനാരായണ പരമഹംസദേവന്റെ പാദങ്ങളിൽ കോടി കോടി പ്രണാമം. ആചാര്യപാദങ്ങളിൽ പ്രണാമം. പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സുഹൃതിമണികൾക്കും സദസ്സിനും വിനീതമായ നമസ്കാരം. സിദ്ദിഖ് സാർ പറഞ്ഞതുപോലെ 12 മണിവരെ ഗുരുവിൻ്റെ ദർശന അനുഭൂതിയുടെ തണലിൽ നിന്ന് മോചിക്കപ്പെടരുത് എന്ന് പറഞ്ഞെങ്കിലും ഏതാണ്ട് ഈ ഒരു നിമിഷം വരെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനാനുഭൂതിയുടെ ആ അലകളിൽ നിന്ന് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന വണ്ണം ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സദസ്സാണ് എനിക്ക് മുൻപിലിരിക്കുന്നത്. പ്രൗഢഗംഭീരമായൊരു സദസ്സ്. വിജ്ഞാനപ്രദങ്ങളായ പണ്ഡിതാഗ്രേസരരുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് സുന്ദരമായ ചടുലമായ ഗുരുവിൻ്റെ കൃതികളുടെ ആലാപന ചാതുരി കൊണ്ട് ഗംഭീരമായിരിക്കുന്ന ഈ വേദിയിലൂടെ ശ്രീനാരായണ പരമഹംസദേവൻ്റെ വ്യത്യസ്തമാർന്ന ഭാവങ്ങളെ, വ്യത്യസ്തമാർന്ന മുഖങ്ങളെ പരിചയപ്പെടുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 3-4 ദിവസങ്ങൾ കൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ പല വാതിലുകളിൽ കൂടി, പല ജനലുകളിൽ കൂടി ഒരു വീടിനെ കാണുന്നത് പോലെ കാണുക. ഒരു വീടിൻ്റെ ഉള്ളിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി താങ്കളിപ്പോൾ എവിടെയാണ് എന്നാ വ്യക്തിയോട് ഫോണിൽ കൂടി മറ്റൊരാൾ ചോദിക്കുമ്പോൾ ഊണുമുറിയിലിരുന്ന് ഞാനിപ്പോൾ വീട്ടിലാണ് എന്ന് പറയുമ്പോൾ അയാൾ വീട്ടിൽ തന്നെയാണ്. അതല്ല, ബെഡ്റൂമിലിരുന്ന് താങ്കളിപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ വീട്ടിലാണ് എന്ന് പറഞ്ഞാലും ശരിയാണ്. അടുക്കളയിലിരുന്നാലും താങ്കളിപ്പോൾ എവിടെയാണ്, ഞാനിപ്പോൾ വീട്ടിലാണ് എന്ന് പറഞ്ഞാലും ശരിയാണ്. അടുക്കളയും ബെഡ്റൂമും ഊണുമുറിയും പൂമുഖവും ഒക്കെ ഒരു വീടിനെ സമ്പൂർണമാക്കുന്ന ഘടകങ്ങളാണ്. അതേപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം, ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണം, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈശ്വരീയമായ തലം, ശ്രീനാരായണ ഗുരുദേവൻ്റെ കവിത്വ സിദ്ധി, ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹികമായ വീക്ഷണം, ശ്രീനാരായണ ഗുരുവിൻ്റെ സാമ്പത്തികമായ വീക്ഷണം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ കൂടി ശ്രീനാരായണ ഗുരു എന്ന പരമഹംസനെ പരിചയപ്പെടുവാൻ, ശ്രീനാരായണ ഗുരുദേവൻ എന്ന നമ്മുടെ പരമദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്കുള്ളത്. അതിൽ ദർശനാനുഭൂതിയാണ് രാവിലെ നിങ്ങൾക്ക് ലഭിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനാനുഭൂതി ഗുരുകൃതികളിൽ കൂടെ, ഗുരുമൊഴികളിൽ കൂടെ, ഗുരുവിൻ്റെ ചരിത്രത്തിൽ കൂടി ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ അനുഭൂതി എന്ത്, അതിൻ്റെ തലം എന്ത് എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അതിലേറെയും ഉയർന്നു നിൽക്കുന്ന ഗുരുവിൻ്റെ ദാർശനിക കൃതികളെ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ കയ്യിലെടുത്താൽ അതിൽ പല വിഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നാം വിഭാഗം അവിടെ നിൽക്കട്ടെ. രണ്ടാം വിഭാഗത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് ഏറ്റവും അധികം പഠനങ്ങൾ നടത്തി ഇന്നും എല്ലാവരും താല്പര്യത്തോടു കൂടി പഠിക്കുന്ന ദാർശനിക കൃതികളുണ്ട്. ഒരുപക്ഷെ നിസ്സാരം, ലളിതം എന്നൊക്കെ നമ്മൾ കരുതുന്ന ദൈവദശകവും ആത്മോപദേശ ശതകവും ദർശനമാലയും ബ്രഹ്മവിദ്യാ പഞ്ചകവും നിർവൃതി പഞ്ചകവും ശ്ലോകത്രയയും വേദാന്ത സൂത്രവും മുനിചര്യാ പഞ്ചകവും ഒക്കെ ഉൾപ്പെടുന്ന ദാർശനിക കൃതികൾ
ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എന്താണ് എന്ന് വെള്ളം ചേർക്കാതെ അതിൻ്റെ എല്ലാ സത്തയോടും കൂടി അതിൻ്റെ മാധുര്യത്തോടു കൂടി തനതായി അവതരിപ്പിക്കുമ്പോൾ സ്തോത്രകൃതിയുടെ പ്രാധാന്യം എന്താണ്? ഇന്നലെ വളരെ സുന്ദരമായി ഗുരുവിൻ്റെ ശിവകൃതികളിൽ കൂടി ശൈവാനുഭവത്തിൻ്റെ അലയൊലികൾ ഗുരു എങ്ങനെയാണ് പാടുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. എന്തിനാണ് ഇത്തരം സ്തോത്രകൃതികളുടെ ഒരു പഠനം നമ്മൾ നടത്തേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ ദാർശനിക കൃതികളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണമെങ്കിൽ സ്തോത്രകൃതികളുടെ ഒരു ബലം നമുക്കുണ്ടാവണം. ആരാധനയുടെ, ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ, ഉപാസനയുടെ, സാധനയുടെ ഒരു ബലമില്ലാതെ ഗുരുവിൻ്റെ ദാർശനിക കൃതികൾ പഠിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവദശകം ചൊല്ലാൻ കഴിയും. ദൈവദശകത്തിൽ ഒരിടത്തും ഞാനില്ലല്ലോ, ഞങ്ങളേ ഉള്ളൂ അല്ലേ? ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻപദം. എല്ലാം ഞങ്ങളാണ്, ഞാനില്ല. പക്ഷേ പ്രവൃത്തി കൊണ്ടതു ഞങ്ങളാണോ? അല്ല. പ്രവൃത്തിയിൽ പലപ്പോഴും ഞങ്ങൾ ഉണ്ടാവില്ല. ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണം എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലെ വിചാരം എന്തായിരിക്കും? എന്നെ മാത്രം കാത്താൽ മതി, അയൽവക്കംകാരെ കാക്കണമെന്നില്ല, സമൂഹത്തിലെ ഇതിലെ ജീവികളെ കാക്കണമെന്നില്ല, പക്ഷി മൃഗാദികളെ കാക്കണമെന്നില്ല, പ്രകൃതിയെ കാക്കണമെന്നില്ല. അവിടെ ഞാനേ ഉള്ളൂ, ഞങ്ങൾ വരില്ല. കാരണം എന്താണെന്നോ? നമ്മുടെ ദർശനം ഇരിക്കുന്നത് പുസ്തകത്തിലാണ്, മനസ്സിലല്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ അനുഭൂതി അറിയുവാൻ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. ഗുരുവിൻ്റെ ദർശനം സഹജമായ സ്വഭാവമാകണം. എൻ്റെ പ്രിയവും നിന്റെ പ്രിയവും ഒന്നാകണമെങ്കിൽ നീയും ഞാനും ഒന്നാണെന്ന തലത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കണം. അപ്പോൾ ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത് പഠിക്കാനുള്ളതല്ല, ശീലിക്കാനുള്ളതാണ്, സ്വഭാവമാക്കാനുള്ളതാണ്. എങ്ങനെ സ്വഭാവമാക്കണം? സാധനകളിൽ കൂടി സ്വഭാവമാക്കുവാനുള്ള ശേഷി ഉണ്ടാവും. ഇനി എന്തിന് സ്തോത്രകൃതികൾ പഠിക്കണമെന്ന് ഒന്നുകൂടി ചോദിച്ചാൽ ഗുരുവിൻ്റെ വാക്കുകൾ കടമെടുത്തു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ഇല്ലാതമായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം. ഇത് ദർശനമാണ് കേട്ടോ. പഞ്ചീകൃതമായി ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കോടാനുകൂടി ഇനങ്ങളിൽ മനുഷ്യന് പരിചിതമായിട്ടുള്ളത് ഏതാണ്ടൊരു 1.5 മില്യൺ ജീവജാലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. അതിലപ്പുറം ഏതാണ്ട് 8.5 മില്യൺ സ്പീഷീസുകൾ, ഇനങ്ങൾ ഭൂലോകത്തുണ്ട്. അവയിൽ എല്ലാറ്റിലും ഈശ്വരനെ കാണുക എന്നുള്ളതാണ് ഗുരു വീണ്ടെടുത്ത് തേച്ചു മിനുക്കി പ്രകാശം വർദ്ധിപ്പിച്ച അദ്വൈത ദർശനത്തെ ഇപ്രകാരം മൂശയിലിട്ട് ഒരുക്കി നമ്മുടെ മുൻപിൽ തന്നത്. ഇനി ഇതിലേക്ക് പെട്ടെന്ന് പോവുക സാധ്യമാണോ? അങ്ങനെ പോയിട്ടുള്ളവരുണ്ട്. അങ്ങനെ പോയിട്ടുള്ളവർക്ക് തല്ലാഘവം പറകിൽ ഇല്ല ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സലാഭം ഒന്നുമതി എല്ലാവരും തിരയുമുല്ലാഘബോധ ജനനീ എന്ന് പറഞ്ഞപ്പോ ആരാണോ ഈ തലത്തിലേക്ക് ഡയറക്റ്റ് പോയിട്ടുള്ളത് അവര് ജീവിതത്തിൽ ലാഘവമറിഞ്ഞവരാണ്, അതിൻ്റെ സരളതയറിഞ്ഞവരാണ്. ഒരു കോംപ്ലക്സും ഇല്ലാതെ, ഒരു സങ്കീർണതകളുമില്ലാതെ, സർവ്വതിലും തന്നെ കണ്ടുകൊണ്ട്, തന്നിൽ നിന്ന് അന്യമല്ലാതെ എല്ലാറ്റിനെയും കണ്ടുകൊണ്ട് ശോകമോ മോഹമോ ഇല്ലാതെ ജീവിക്കുവാൻ അവർക്കു സാധിച്ചു. അവർക്ക് ആരണം ക്രിയകളില്ല. തല്ലാഘവം പറകിൽ ആ ദർശനത്തിലെത്തിയവർക്ക് ഇല്ലാരണം ക്രിയകൾ. അവർക്ക് ആരണം ക്രിയകൾ വേണ്ട. വേദോക്തമായ ചില ഭാഗങ്ങളാണ് ആരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവത്തിലേക്ക് അടുക്കുവാൻ, ഈശ്വരനിലേക്ക് അടുക്കുവാൻ ഒരുവനെ സഹായിക്കുന്ന സാധന മാർഗങ്ങളിൽ അവൻ അനുഷ്ഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ ചേർത്തിട്ടാണ് ആരണം ക്രിയ എന്ന് പറയുന്നത്. ആരാധനയും വിശ്വാസവും സാധനയും ജപവും ധ്യാനവും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ ഈ ദർശനത്തിലേക്ക് സ്വയം ഉണർന്ന ഒരു ജ്ഞാനിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ?
ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും തൊഴുതു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഗുരുവിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഗുരു നിൽക്കുന്നതേ എവിടെയാണ്? ബ്രഹ്മാനന്ദം, പരമസുഖതം, കേവലം, ജ്ഞാനമൂർത്തിം എന്ന തലത്തിലാണ്. ഗുരുവിന് അവിടെ മറ്റൊരു പ്രതിഷ്ഠയുടെ, മറ്റൊരു രൂപത്തിൻ്റെ, ഭാവത്തിൻ്റെ ആവശ്യമില്ല. ആവശ്യമാർക്കാ? നമ്മൾക്കാണ്. ഗുരുവിന് വേണ്ട ഇല്ലാരണം ക്രിയകൾ. ജ്ഞാനികൾക്ക്, ദർശനത്തിലേക്ക് ഉണർന്നവർക്ക് ആരണം ക്രിയകൾ വേണ്ട. മറിച്ച് ആ ദർശനത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക്, ആ ദർശനത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നു പോകേണ്ടവർക്കാണ് ആരണം ക്രിയകൾ വേണ്ടത്. ആ ആരണം ക്രിയകളിൽ കൂടി ഇവിടെ ഋഷിമാർ നൽകിയിരിക്കുന്ന ശരിയായ സാധനാ മാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് ഈ ദർശനത്തിലേക്ക് ഉയർന്ന് ഈ സല്ലാഭത്തെ നേടുവാൻ ഞങ്ങൾക്കു സാധിക്കണമേ അമ്മേ എന്ന പ്രാർത്ഥന നമ്മളവിടെ സമർപ്പിച്ചപ്പോൾ സ്തോത്രകൃതികൾ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഏകദേശ രൂപം നമുക്ക് കിട്ടിയിരിക്കും അല്ലേ? സ്തോത്രകൃതികൾ ഈ ആരണം ക്രിയകളാണ്, ദർശനത്തിലേക്കുള്ള വാതിലുകളാണ്. ആ ദർശനത്തെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഒരു മനുഷ്യനെ പരിപാകപ്പെടുത്തിയെടുക്കുവാൻ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുവാനും അതിനെ സ്വഭാവമാക്കുവാനും ഒരു വ്യക്തിക്ക് പാകതയെ നൽകുവാനുള്ള മാർഗങ്ങളാണ്, വാതിലുകളാണ് ഗുരുവിൻ്റെ സ്തോത്രകൃതികൾ. അതിൽ നമുക്ക് സുബ്രഹ്മണ്യനെ കാണാം, അതിൽ നമുക്ക് ശിവനെ കാണാം, വിഷ്ണുവിനെ കാണാം, ദേവിയെ കാണാം, വിനായകനെ കാണാം. ഭാരതത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്, ഏത് ഭാവത്തിലും ഏത് ഗുണങ്ങളിലും ഏത് തലങ്ങളിലും നിൽക്കുന്ന മനുഷ്യർക്ക് തങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, തങ്ങളുടെ വാസനയനുസരിച്ച്, തങ്ങളുടെ മനോനിലയനുസരിച്ച് അവർക്ക് ഉപാസിക്കുവാനും ആരാധിക്കുവാനും ശുദ്ധി നേടുവാനും ഉപയുക്തമാകുന്ന തരത്തിൽ ഒട്ടനേകം മൂർത്തികളുണ്ട്. നാരായണ ഗുരുദേവനും നമുക്ക് തന്നു. അതിൽ ഇന്നലെ നിങ്ങൾ കണ്ട ശൈവാനുഭവ ഗീതികൾ, സ്തോത്രകൃതികളിൽ ഏറ്റവും അധികം പ്രമേയങ്ങൾ കൊണ്ട് ഗുരു വ്യത്യസ്തമാക്കിയ കൃതികളാണ്. ഗുരുവിൻ്റെ കൃതികളിൽ തന്നെ ചില സ്തോത്രകൃതികളിലേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ശിവസ്തോത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പ്രമേയങ്ങളുടെ വ്യത്യസ്തത നമ്മളെ അത്ഭുതപ്പെടുത്തും. ചിന്തിച്ചിട്ടില്ലാത്ത പ്രമേയങ്ങളിലേക്ക്, ചിന്തിച്ചിട്ടില്ലാത്ത യുക്തികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ശിവസ്തോത്രങ്ങൾക്കു സാധിക്കും. അവിടെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾക്ക് ഭക്തിയുടെ, ശുദ്ധിയുടെ, അനുഭൂതിയുടെ, സുന്ദരമായ കവിത്വ സിദ്ധിയുടെ നേർചിത്രങ്ങളെ നൽകുന്നവയാണെന്ന് നിസ്സംശയം പറയാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ കവിത്വസിദ്ധി എന്ന് പറയുമ്പോൾ എല്ലാവരും വാളെടുത്ത് പൊക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ കവിയോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ നടുമുറിയിലിരിക്കുമ്പോഴും ഞാൻ വീട്ടിലാണെന്നാണ് പറഞ്ഞത്. നടുമുറിയും അടുക്കളയും ഒക്കെ ചേരുന്നതാണ് വീട്. അതേപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു തലം മാത്രമാണ് കേട്ടോ ഗുരുവിൻ്റെ കവിത്വസിദ്ധി എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കവി മാത്രമാണെന്നല്ല പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരൊറ്റ മുഖം സമ്പൂർണമായ കവിത്വസിദ്ധിയെ ഇത്രയധികം പ്രകടമാക്കിയിട്ടുള്ള ഒരു ഋഷി ലോക ചരിത്രത്തിൽ വേറെയില്ല. അത്ര സുന്ദരമായ കൃതികളാണ് ഗുരു രചിച്ചിട്ടുള്ളത്. അത് ദാർശനിക കൃതികളാവട്ടെ, അത് ഉദ്ബോധനാത്മക കൃതികളാവട്ടെ, അത് തർജ്ജമകളായിക്കൊള്ളട്ടെ, അവയിലെല്ലാം തന്നെ ഗുരുവിൻ്റെ ആ കവിത്വസിദ്ധി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സാധനയിലേക്ക് ഇറങ്ങുവാൻ, സാധനയിൽ കൂടി ലക്ഷ്യബോധം നേടുവാൻ, ദൈവമെന്ന ചേർച്ചയിലേക്ക് ഒന്നിച്ചിരിക്കുവാൻ, അതുവഴി ശുദ്ധിയുള്ളവനാകുവാൻ, മറ്റുള്ളവനെ ചേർത്തു നിൽക്കുവാൻ, ദാർശനിക ഭാവത്തിൽ തിളങ്ങി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന സ്തോത്രകൃതികളിൽ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വിചിന്തനമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്ന് പ്രദക്ഷിണം വയ്ക്കാനുള്ള നേരമില്ല, എങ്കിലും ഒന്ന് കറങ്ങി വരാനുള്ള സമയം നമുക്ക് തികയില്ലെങ്കിൽ പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെ ഒന്ന് വെറുതെ തഴുകിപ്പോരുക എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. 8 സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ഗുരു നമുക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവിൻ്റെ അനുഭൂതിയെ, ഈശ്വരാനുഭൂതിയെ വാക്കുകൾ കൊണ്ടൊരാൾക്ക് വ്യക്തമാക്കാൻ സാധിക്കില്ല. നല്ലൊരു ജ്യൂസ് കുടിച്ചിട്ട് ഈ ജ്യൂസിന് ഇത്ര മധുരമുണ്ടായിരുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കും? അതിൻ്റെ മധുരം അനുഭവിച്ചറിയുന്നതാണ്. പക്ഷേ ആ അനുഭവത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ തലത്തിലേക്ക്, ഇനി ഒരു പടി കൂടി വെക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ആ അനുഭൂതിയെ വരച്ചു കാട്ടിയിട്ടുള്ള ഗുരുവിൻ്റെ ചിത്രങ്ങളാണ് പലപ്പോഴും സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എന്ന് തോന്നാറുണ്ട്.
ഭാഷകളിൽ ഗുരു തിരഞ്ഞെടുത്തിട്ടുള്ളത് മലയാളവും തമിഴും സംസ്കൃതവുമാണെന്ന് നമുക്കറിയാം. സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് മലയാളത്തിലും സംസ്കൃതത്തിലുമാണ്. മലയാള ഭാഷയിൽ 5 കൃതികൾ എഴുതിയിട്ടുണ്ട്. സംസ്കൃത ഭാഷയിൽ 3 സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഈ സ്തോത്രങ്ങൾക്ക് മറ്റു ചില പ്രത്യേകത കൂടിയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ മലയാള ഭാഷയിൽ എഴുതിയ കൃതികളിൽ തന്നെ തമിഴ് പദങ്ങൾ, സംസ്കൃത പദങ്ങൾ എല്ലാം കൂടി ചേർത്തൊരു ജ്യൂസ് അടിച്ചു തന്നതുപോലെ ഇരിക്കും ഗുരുവിൻ്റെ മലയാളത്തിലുള്ള സുബ്രഹ്മണ്യ സ്തോത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ. അത്ര സുന്ദരങ്ങളാണ്. പദഘടനയുടെ കാര്യത്തിലോ വൃത്തഭംഗിയുടെ കാര്യത്തിലോ ഒന്നും സാധാരണ കവികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നവയാണ് ഗുരുവിൻ്റെ സ്തോത്രകൃതികൾ. പ്രത്യേകിച്ച് അതിനൊരു കാരണമുണ്ട്. സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒരു കവികൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത, സാധാരണഗതിക്ക് കവികൾക്കൊന്നും എടുത്തു പെരുമാറാൻ കഴിയാത്തൊരു വൃത്തമുണ്ട്. മത്തേഭം എന്നാണ് അതിൻ്റെ പേര്. മലയാള ഭാഷയിൽ മത്തേഭം എന്ന് പറഞ്ഞാൽ ആന എന്നൊരർത്ഥമുണ്ട്. മതയാന, കുലുങ്ങി കുലുങ്ങി നടന്നു വരുന്ന ഒരു മതയാന, മത്തേഭം എന്നൊരർത്ഥമുണ്ട്. കേരളത്തിന് പുറത്താണെങ്കിൽ മത്തേഭ വൃത്തത്തിന് മറ്റൊരു പേരാണ് അശ്വഥാടി എന്ന് പറയും. കുതിരക്കുളമ്പടി, കുതിരയുടെ കുളമ്പടി ശബ്ദം പോലെ ചടുലമായൊരു വൃത്തം. അതിലധികമാരും കൃതികൾ രചിച്ചിട്ടില്ല. പക്ഷേ ആ പതിവ് തെറ്റിച്ചിട്ട് ഗുരു എഴുതി വെച്ചത് സുന്ദരങ്ങളായ 3 കൃതികളാണ്. ഒന്ന് വിശാഖഷഷ്ടി. ഒട്ടാകെ എന്നും ഒരു പട്ടാങ്കമായ വഴി കിട്ടാതുഴന്നു വലയും മുട്ടാളനായ മമ കെട്ടായ ദാരസുത മുട്ടായ ദുഃഖം ഒഴിവാൻ എട്ടായ മൂർത്തി തനുരട്ടായ ശക്തിധര മട്ടായ മൂർത്തി പളനി കൊട്ടാരവാതിൽ 18-ാം പടിക്കു വഴി കിട്ടാൻ തുണയ്ക്ക സതതം. നമുക്കത്ര പരിചയം പോരാ അല്ലേ? ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും അവസാനമായിട്ട് ശ്രീ പേരേറ്റിൽ പ്രിയദർശൻ കണ്ടെടുത്ത 60 പദ്യങ്ങളും ഒരു ഫലശ്രുതിയും അടങ്ങുന്ന വിശാഖഷഷ്ടി. ശ്രീനാരായണ ഗുരുദേവൻ ചില കൃതികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന കൃതി ചൊല്ലിയാൽ ഇന്ന ഫലമുണ്ടാകും. ചിലതൊക്കെ നമുക്കറിയാം. വിഷ്ണു അഷ്ടകമിതം പുണ്യം യപ്പടേത് ഭക്തിതോ നര സർവപാപ വിനിർമുക്തോ വിഷ്ണുലോകം സഗച്ഛതി. സന്ധ്യാപ്രാർത്ഥനാവേളയിൽ ആരാണോ ഇത് ചൊല്ലുന്നത് അവർ എത്രയും പെട്ടെന്ന് വിഷ്ണു ലോകത്തിൽ എത്തുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? വിഷ്ണു അഷ്ടകത്തില് പുഷ്ടതിയസ്സു ചിദംബരലിംഗം ദൃഷ്ടമിതം മനസാനുപടന്തി അഷ്ടകമേതവാങ് മനസീയം അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ. ആരാണോ ചിദംബരാഷ്ടകം എടുത്തു പഠിക്കുന്ന വിവേകശാലിയായ മനുഷ്യൻ അവൻ അഷ്ടതനുവായ ശിവനെ പ്രാപിക്കുന്നു എന്ന ഫലശ്രുതി ചിദംബരാഷ്ടകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരെങ്കിൽ കൃത്യമായ ഔഷധമായിട്ട് പ്രാതകാലത്തെഴുന്നേറ്റു പഠിക്കുന്നവന് മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ രോഗങ്ങളും അകലുന്നു എന്ന് മഹാഭിഷഗ്വരനായ ശ്രീനാരായണ ഗുരുദേവൻ ഒപ്പിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഭദ്രകാളിഷ്ടകം ഇരിപ്പുണ്ട്. അതേ ഗണത്തിൽപ്പെടുത്താവുന്ന കൃതിയാണ് വിശാഖഷഷ്ടി. 60 പദ്യങ്ങൾ ഗുരു എഴുതിയത് മത്തേഭവൃത്തത്തിലാണ്. എന്നിട്ട് അവസാനം ഒരു ഫലശ്രുതി കൊടുത്തു. ഭദ്രകാളിഷ്ടകമൊക്കെ എഴുതിയിരിക്കുന്ന അതേ വൃത്തത്തിൽ, ശാർദൂല വിക്രീഡിത വൃത്തത്തിൽ അതിനൊരു ഫലശ്രുതി കൊടുത്തിട്ടുണ്ട്. ഇത്യുൽകൃഷ്ട വിശാഖഷഷ്ടി സമഭിഖ്യാതം മഹത് വർണ്ണനീയം അസ്ത്യത്യുൽക്കടമോദമിന്റെ രുചശാന്തിക്കായി രചിച്ചേനഹം അത്യന്തം ദൃഢഭക്തിപൂർവമിതു പാഠം ചെയ്വവർക്കും ഗദപ്രത്യൂഹാദി കൊടുത്തു സൗഖ്യമധികം നൽകും ശിവൻ ഷൺമുഖൻ. പളനിയിലിരിക്കുന്ന മുരുകനെ സ്തുതിച്ചുകൊണ്ടാണ് 60 പദ്യങ്ങളും. സ്വന്തം മനസ്സിനോട് ഒരു സാധകൻ സ്വയം അവൻ്റെ മനസ്സിനോട് പറഞ്ഞു കൊടുക്കുക, അല്ലയോ മനസ്സേ, നീ പളനിപൂരാലയനായിരിക്കുന്ന സുബ്രഹ്മണ്യനെ ഭജിക്കൂ. ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെന്ന് ഈ ഗുരുവിൻ്റെ സ്തോത്രകൃതികൾ പറയുമ്പോൾ ചിലരെങ്കിലും വന്ന് പറയാറുണ്ട്, നിങ്ങൾ ഗുരുവിൻ്റെ ഇതിൽ നിന്നും മാറിയിട്ട് സുബ്രഹ്മണ്യനിലേക്ക്, ശിവനിലേക്കും ബഹുദൈവത ആരാധനയിലേക്കുമൊക്കെ കൊണ്ടുപോവുകയാണോ എന്ന്. ഒരിക്കലുമല്ല. നമുക്ക് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതിന് എപ്പോഴും ഒരു രൂപവും ആ രൂപത്തെ താങ്ങി നിർത്തുന്ന ചില കഥകളും അല്ലെങ്കിൽ അതിനു ചേരുന്ന വണ്ണമുള്ള ചില സ്വഭാവ സവിശേഷതകളും ഒക്കെ വേണമെന്നുള്ളൊരു ശാഠ്യമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഗുരുവിൻ്റെ സ്വരൂപം തന്നെ ഇതിൽ കൂടി കാണാം. അതൊരു പക്ഷം. അങ്ങനെയുള്ളവർക്ക് ഏത് രൂപത്തിലായാലും
സാധനയിൽ കൂടി സഞ്ചരിക്കുവാൻ തന്നിരിക്കുന്നവയാണ് ഈ രൂപങ്ങൾ. അതിൻ്റെ അർത്ഥം രൂപങ്ങളിൽ നിൽക്കാനല്ല, മൂർത്തികളിൽ നിൽക്കാനല്ല, സുബ്രഹ്മണ്യനിൽ നിൽക്കാനല്ല, വിശാഖഷഷ്ടിയിൽ നിൽക്കാനല്ല. അതും കടന്ന് ദൈവദശകത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ മറന്നുപോകും. ദൈവദശകത്തിലേക്ക് നമുക്ക് യാത്രയുണ്ടാകുന്നില്ല. വിശാഖഷഷ്ടിയിലും വിഷ്ണു അഷ്ടകത്തിലും വാസുദേവാഷ്ടകത്തിലും ശിവപ്രസാദ പഞ്ചകത്തിലും തങ്ങി നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശിവനെയും ദേവിയെയും ഭദ്രകാളിയൊക്കെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ. എന്താ കാര്യം എന്നോ, നമ്മളവിടെ നിൽക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ദൈവദശകം ഇരിപ്പുണ്ട്, അങ്ങോട്ട് എത്താൻ നമുക്ക് പറ്റുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം ശരിയായിട്ട് നമ്മൾ പിടിച്ചെടുക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണം. പളനി പൂരാലയനായിരിക്കുന്ന സുബ്രഹ്മണ്യം എന്നുള്ളത് ഉപാസകന്റെ സ്വാതന്ത്ര്യമാണ്. അതാണ് അവന് വേണ്ടതെങ്കിൽ അതെടുത്ത് അവൻ ചൊല്ലിക്കൊള്ളട്ടെ, എന്തു തെറ്റ്? ആ പളനി ഭഗവാനെ സ്തുതിച്ചിട്ട് 60 പദ്യങ്ങൾ ആ സ്തുതിയാണ്. ആ സ്തുതിക്ക് ശേഷം 61-ാം പദ്യമാകുന്ന ഫലശ്രുതിയിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, എൻ്റെ രുജശാന്തിക്ക് വേണ്ടിയിട്ട്, സംസാര രോഗത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി താൻ രചിച്ച കൃതിയാണിത്. ആരാണോ ഈ ഉത്കൃഷ്ടമായിട്ടുള്ള വിശാഖഷഷ്ടിയെ പഠിക്കുന്നത് അവൻ ഇതേ ഗുണത്തോടു കൂടിയവനായിത്തീരും. അവൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും. നമുക്കറിയാം, ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും ശ്രീനാരായണ ഗുരുദേവനിൽ വിശ്വസിച്ചിട്ടുള്ള ഒരാൾക്കും യാതൊരു തരത്തിലുമുള്ള ദോഷങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായിട്ടില്ല. ഗുരു ഒഴിച്ചു മാറ്റിയിട്ടുള്ള ദ്രോഹങ്ങളും ദുരിതങ്ങളും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഗുരുവിനെ വിശ്വസിക്കുന്നവരിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നവരിൽ ഈ വാക്കിനെയും നമുക്ക് വിശ്വസിക്കാം. ഫലശ്രുതി കൊണ്ട്, പദങ്ങളുടെ മേളനം കൊണ്ട്, മത്തേപവൃത്തത്തിൻ്റെ ചടുലത കൊണ്ട് സുന്ദരമായിരിക്കുന്ന വിശാഖഷഷ്ടി. 2, മത്തേപവൃത്തത്തിൻ്റെ അതിഗാംഭീര്യതയിൽ ഒരു പക്ഷേ ഗുരുവിൻ്റെ സ്തോത്രകൃതികളിൽ മുദ്രാലങ്കാര രീതിയിൽ നാരായണ കൃതമഞ്ജരി എന്ന പേരുള്ള ഒരേ ഒരു കൃതി നവമഞ്ജരി. 9 മുത്തുമണികളെ കോർത്ത് ഒരു പൂങ്കുലക്കൊത്തു ഗുരു സമർപ്പിച്ചിരിക്കുന്നതാണ് നവമഞ്ജരി. നാടീടുമീ വിഷയമോടീദൃശം നടനമാടിടുവാനരുതിനിക്ക് ആടീവയോ വിതര തീടിയിടക്കിവനു കൂടിയമായ തിയലും കാട്ടിയുമീ കരണമൂടിയെരിപ്പതിന് ഒരേടി കരിഞ്ഞ നിടിലച്ചൂടിതമീയ മയിലോടിടുവാനരുൾക മോടിയുതം മുരുകനേ. 9 പദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ പദ്യത്തിൻ്റെ ഓരോ പദ്യത്തിൻ്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്നത് നാരായണ കൃതമഞ്ജരി എന്ന പേരാണ്. നാരായണനാൽ എഴുതപ്പെട്ട മഞ്ജരി, നാരായണ കൃതമഞ്ജരി. പ്രകാരം ഒരു പേരു ചേർത്ത് ഗുരു ഒരു കൃതി തന്നിട്ടുണ്ടെങ്കിൽ അത് നവമഞ്ജരിയാണ്. മത്തേപവൃത്തത്തിൻ്റെ സൗന്ദര്യത്തോടുകൂടി സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന 3-ാമത്തെ കൃതി ഷാൺമാധുരസ്തവം. തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അത്ര തൊട്ട് നോക്കാറില്ല, കുറച്ച് പ്രയാസമാണ്. പിരിച്ചു പറ്റാൻ സാധിക്കാത്ത വണ്ണം സംസ്കൃത പദങ്ങളെ കൂട്ടിച്ചേർത്ത് നൂലിൽ കോർത്ത് വെച്ചിരിക്കുന്ന സുന്ദരമായൊരു കൃതിയാണത്. ഗൗരീ സഹായ സുഹൃദൂരീകൃതാവയവ ഭൂരീഷു വൈരിഷു തമസൂരീകൃതായുധ നിവാരീത ദോഷ നിജനാരി കലാലസമന എന്ന് തുടങ്ങുന്ന 9 പദ്യങ്ങളുള്ള ഷാൺമാതുരസ്തവം എന്ന കൃതിയാണ് ഇത്. ഈ 3 കൃതികളാണ് മത്തേപവൃത്തത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ളത്. ആ വൃത്തത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. ചടുലമാണ്, താള ലയ സന്നിഭമാണ്, അത്ര സുന്ദരമാണ്. ചൊല്ലിപ്പോകുമ്പോൾ അനുവാചകന്റെ ഉള്ളിൽ കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കാൻ കഴിയും. ആ താളമാണ് ആ കൃതികൾക്കെല്ലാം ഉള്ളത്. ഇനി ചില കൃതികളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഗുരു പ്രയോഗിച്ചിരിക്കുന്ന ചില അലങ്കാര രീതികളുണ്ട്. അവിടെ പ്രയോഗിച്ച് വെച്ചിരിക്കുന്ന വാക്കുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ശ്രീനാരായണ ഗുരുദേവന് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു അലങ്കാര രീതിയാണ് യമകം എന്ന് പറയും മലയാള സാഹിത്യത്തിൽ. യമകം, ഗുഹാഷ്ടകം ചൊല്ലുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരേ വാക്കുകൾ പല അർത്ഥങ്ങളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരേ വാക്കുകൾ. മാന്യം മുനിഭിരമാന്യം മഞ്ജുജടാസർപ്പം ചിതകന്ദർപ്പം ആകൽപാമൃത തരള തരംഗമനാസംഗം സകലാസംഗം ഭാസാഹ്യദരിത ഭാസ്വന്തം ഭവികസ്വാന്തം ചിദഭീസ്വാന്തം കാമം കാമനികാമം
പ്രണമത ദേവേശം ഗുഹമാവേശം. ഒരേ വാക്കുകൾ പല അർത്ഥത്തിൽ പ്രയോഗിക്കുക. മറ്റൊരിടത്തുണ്ട് ഇത് ഷൺമുഖദശകത്തിൽ നല്ല സുന്ദരമായിട്ട് യമകം പ്രയോഗിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നോ, നല്ല ഭംഗിയായിട്ട് കൂറിൽ കൂറുണ്ട് വെണ്ണീർ നറുമലർ കളഭക്കൂട്ടണിഞ്ഞുൾവിളങ്ങും മാറും മാറും മനത്തീയ അരിയ കൊടുമുടിക്കാതലെൻ കല്ലു നെഞ്ചേ തേറും തേറും തിരഞ്ഞീട് അകമലരൊളിവുള്ള തിരുക്കോലം എന്നാൽ നീറും നീറും നിരപ്പേ നിരയ നിരയും അമ്പയും അയ്യമ്പവമ്പും. ഒരേ വാക്കുകൾ പല അർത്ഥത്തിൽ. കൂറിൽ കൂറുണ്ട്. കൂറെന്ന വാക്കിന് സ്നേഹം എന്നർത്ഥമുണ്ട്, ഭക്തി എന്നർത്ഥമുണ്ട്, ഇഷ്ടമെന്നർത്ഥമുണ്ട്, വാത്സല്യം എന്നർത്ഥമുണ്ട്. കൂറിൽ കൂറുണ്ട്. തന്നോട് ഭക്തിയുള്ള ജനങ്ങളിൽ ഭഗവാന് വാത്സല്യമുണ്ട്. കൂറിൽ കൂറുണ്ട്. വെണ്ണീർ നറുമലർ കളഭക്കൂട്ടണിഞ്ഞുൾവിളങ്ങും മാറും. വെണ്ണീറും നറുമലരും കളഭക്കൂട്ടുമൊക്കെ അണിഞ്ഞ് നല്ല പ്രകാശിക്കുന്ന ഭഗവാന്റെ വൃഷ്ടിപ്രദേശത്തെ, നെഞ്ചിന്റെ പ്രദേശത്തെയൊക്കെ നന്നായിട്ട് ധ്യാനിച്ചുറപ്പിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും, ഭഗവാന്റെ മാറിടമൊക്കെ നന്നായിട്ട് ചിന്തിച്ചുറപ്പിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും മനത്തീയും മാറും. അരിയ കൊടുമുടിക്കാതൽ, അരിയ കൊടുമുടിയായ പളനിയുടെ കാതൽ സാരമായിരിക്കുന്ന എൻ്റെ മുരുകാ, നിന്റെ സ്വരൂപമൊന്ന് നന്നായിട്ട്, നിന്റെ മാറിടമൊക്കെ ഒന്ന് നന്നായിട്ട് ഹൃദയത്തിൽ കണ്ട് ധ്യാനിച്ചു ചിന്തിച്ചുറപ്പിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറും. പിന്നെയോ എൻ കല്ലു നെഞ്ചേ തേറും, എൻ്റെ കല്ലുപോലിരിക്കുന്ന ഹൃദയമേ, കാഠിന്യമുള്ള ഹൃദയമേ തേറും. നീ ഒന്ന് വിശ്വസിക്ക്. തേറും തിരഞ്ഞീട്, വർദ്ധിച്ച ഭക്തിയോടെ നീ അന്വേഷിക്ക്. അകമലരൊളിവുള്ള തിരുക്കോലമെന്നാൽ, നല്ല ശുദ്ധമായ പുഷ്പം പോലെ പ്രകാശം ചൊരിയുന്ന ഭഗവാന്റെ തിരുക്കോലത്തെ നീ ഒന്ന് നന്നായിട്ടു ചിന്തിച്ചാൽ നീറും, നിന്നിലാ ഭഗവാൻ അലിയും. നീറും നിരപ്പേ, മൂടോടെ ഇല്ലാതെയാകും, എരിഞ്ഞു ചാമ്പലാകും. എന്ത്? നിരയ നിരയും അമ്പെയ്യുമയ്യമ്പവമ്പും. നരകങ്ങളുടെ നിരയും അമ്പെയ്യുന്ന കാമന്റെ വമ്പുമൊക്കെ മൂടോടുകൂടി ഇല്ലാതെയാകും. യമകം എന്ന വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ വാക്കുകൾ പല അർത്ഥത്തിൽ പ്രയോഗിക്കുക. നിപുണനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇപ്രകാരം പദങ്ങളെ കോർത്തു 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 വെച്ച് മാലകൾ ഉണ്ടാക്കുവാൻ. അത്ര സുന്ദരമായ മാലകളാണ് ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എല്ലാം തന്നെ. അകാരാദിക്രമത്തിൽ കേശാദിപാദ ധ്യാനത്തിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി ഗുരു എഴുതി വച്ചിരിക്കുന്ന ഒരു കൃതിയുണ്ട്. അതിനു പേർ ഷൺമുഖ സ്തോത്രം എന്നാണ്. ആ ഈ ഉ എന്ന ക്രമം തുടങ്ങി കാ വരെ അവസാനിക്കുന്ന കേശാദിപാദ ധ്യാനം തൊട്ട് അദ്വൈത ദർശനവും ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും എണ്ണി 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 കോർത്തു വെച്ചിരിക്കുന്ന ഷൺമുഖ സ്തോത്രം. അർക്കബിംബമൊരാറുതിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങളമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവാൻ ഒഴുകിയിടുമമ്പരഗംഗയും ഹൃത്കുരുന്നിലെനിക്കു കാണണം എപ്പോഴും ഗുഹ പാഹിമാം. ആറുവാർമതിയോടെതിർത്ത് എന്ന് തുടങ്ങുന്ന അകാരാദിക്രമത്തിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ലളിതമായ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് സുന്ദരമായ സഖ്യഭാവ ഭക്തിയിൽ ലയിപ്പിച്ചെഴുതിയ ഷൺമുഖ സ്തോത്രം എന്ന കൃതി മല്ലികാവൃത്തത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ, ശ്രദ്ധരയിൽ ഉയർന്നു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു തന്ന മന്ത്രസംസ്കാരത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും ആവാഹിച്ച ബാഹുലേയാഷ്ടകം അവിടെ ഗംഭീരമായി വിരാജിക്കുന്നുണ്ട്. സംസ്കൃത ഭാഷയിൽ ബീജാക്ഷര ധ്യാന സമ്പ്രദായ രീതിയെ ചേർത്ത് വെച്ചിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ, ജപിക്കുവാൻ, അതുവഴി
ശരിയായ മന്ത്രസംസ്കാരത്തിലേക്ക് ഉയരുവാൻ ശ്രീനാരായണ ഗുരുദേവൻ എനിക്കും നിങ്ങൾക്കും തന്ന അവസരമാണ് ബാഹുലേയാഷ്ടകം എന്ന് പറയുന്നൊരു കൃതി. അത് ചൊല്ലിയിട്ടുള്ളവർക്കറിയാം. നമ്മുടെ ഭാരതത്തിൽ മന്ത്രസംസ്കാരമുണ്ട്. മന്ത്രങ്ങളെ ഉപയോഗിച്ച് ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജമുണ്ട്. പാശ്ചാത്യ സംസ്കാരമുള്ളവര്, പാശ്ചാത്യ ജനത ഭാരതത്തിൽ വന്നിത് പഠിച്ചപ്പോൾ അവർ ആ ഊർജത്തിനൊരു പേര് നൽകി, കോസ്മിക് എനർജി. എവിടെയാണോ കോസ്മിക് എനർജിയുടെ പ്രവാഹം ഉണ്ടാകുന്നത്, എവിടെയാണോ കോസ്മിക് എനർജിയുടെ സംഭരണം ഉണ്ടാകുന്നത്, അവിടെ വരുന്നവരുടെ മനസ്സ് ശുദ്ധമാകും. അവിടെ വരുന്നവരുടെ തലച്ചോറ്, അവരുടെ ബുദ്ധി വികസിക്കും, അവരുടെ കോശങ്ങൾ നല്ല പ്രവർത്തന സജ്ജമാകും, അവരുടെ രക്തചംക്രമണം വർദ്ധിക്കും, അവർക്ക് BP കുറയും, അവർക്ക് കൊളസ്ട്രോൾ കുറയും, അവരുടെ ടെൻഷൻ കുറയും, അവർ നല്ല ബുദ്ധിയുള്ളവരാകും, അവർ നല്ല തേജസ്സുള്ളവരാകും. പറഞ്ഞത് ഭാരതീയരല്ല കേട്ടോ. ഭാരതീയർ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയല്ലോ. സായിപ്പന്മാർ വന്ന് ഇവിടെ വലിയ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് പഠിച്ചിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. എവിടെയാണോ കോസ്മിക് എനർജി ഉള്ളത്, എവിടെയാണോ കോസ്മിക് എനർജി ഉള്ളത്, അവിടെ ബുദ്ധിയുടെ, അവിടെ ശക്തിയുടെ ഉയർച്ചയുണ്ടാകും. ഇതേ കോസ്മിക് എനർജിയുടെ പാക്കറ്റുകളാണ് ഗുരുവിൻ്റെ കൃതികൾ, പ്രത്യേകിച്ച് ബാഹുലേയാഷ്ടകം. കോസ്മിക് എനർജിയെ ഉണ്ടാക്കാൻ ശേഷിയുള്ളവയാണ് മന്ത്രങ്ങൾ. മന്ത്രങ്ങളുടെ ശക്തിയെ അധികമായി വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് ബീജമന്ത്രങ്ങൾ. ബീജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിത്ത്. ഒരു മന്ത്രത്തിൻ്റെ ശക്തി എല്ലാം അടങ്ങിയിരിക്കുന്ന വിത്തുകൾ പോലെയുള്ള മന്ത്രങ്ങളാണ് ബീജമന്ത്രങ്ങൾ, അതിശക്തമായ മന്ത്രങ്ങൾ. ബീജമന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ നമ്മൾ എങ്ങനെ പഠിക്കുമല്ലേ? പക്ഷേ നമ്മൾ പഠിച്ചല്ലോ. ഓം 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 ഹോമ ധൂമ പ്രകട തട ജടാകോടി ഭോഗി പ്രപൂരം അം 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 ആതിഥേയ പ്രണതപദയുഗാംബോരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രയലസിത വപുർജ്യോതിർ ആനന്ദരൂപം ശ്രീം 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 ശീക്രചിത്ത ഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ഓം 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 അം 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 ഉം ശ്രീം ശ്രീം ശ്രീം. ഇവയൊക്കെ എന്താ? ബീജമന്ത്രങ്ങളാണ്. തീംഷ്ണ ദംഷ്ട്ര കാലഭൈരവാഷ്ടകം എന്ന് പറഞ്ഞു ഭാരതത്തിൽ ഒരു കൃതിയുണ്ട്. ആ ഒരു കൃതിക്കു ശേഷം ഇത്തരം ബീജാക്ഷരങ്ങളെ കോർത്തുകൊണ്ടൊരു സ്തോത്രകൃതി നാരായണ ഗുരുദേവൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഏതാണ്ട് അത്തരത്തിലുള്ള 2 കൃതികളിൽ ഒന്ന് ബാഹുലേയാഷ്ടകമാണ്. ഇതിൻ്റെ ഒന്നും പ്രാധാന്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ ജപിച്ചാൽ എന്താ ഗുണം? നിരന്തരമായിട്ട് ബീജമന്ത്രങ്ങൾ ജപിക്കുന്നവന് ശാരീരികമായിട്ട്, ബൗദ്ധികമായും മാനസികമായിട്ടും അവൻ ഉയർന്ന തലത്തിലേക്ക് വരും. ഏത് പ്രതിസന്ധി വന്നാലും നേരിടാനുള്ള മനക്കട്ടിയുണ്ടാകും, ധൈര്യമുണ്ടാകും, തൻ്റെ ഇടമുണ്ടാകും, ശുദ്ധമായ വിചാരങ്ങൾ ഉണ്ടാകും. അവൻ്റെ ദേഷ്യം കുറയും. ഇന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണമല്ലേ? അവൻ്റെ ദേഷ്യം കുറയും, മാനസിക നില മെച്ചപ്പെടും, വികാരങ്ങൾ മെച്ചപ്പെടും. ഒരു ലഹരിയുടെയും പുറകെ അവന് പോകേണ്ടി വരില്ല. ശാന്തനാവാൻ, സ്വസ്ഥതയുള്ളവനാകാൻ ഒരു മരുന്നിൻ്റെയും ആവശ്യം വേണ്ട, ഒരു MDMAയും വേണ്ട. അതിലപ്പുറം നിൽക്കുന്ന ഔഷധമാണ് ബാഹുലേയാഷ്ടകം. യോഗതന്ത്രശാസ്ത്ര കൃതി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. യോഗശാസ്ത്രവും തന്ത്രശാസ്ത്രവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കൃതി. തന്ത്രശാസ്ത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന ബാലാസുബ്രഹ്മണ്യ മന്ത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കൃതിയിൽ അടക്കി വച്ചിരിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാരുടെയൊക്കെ പഠനം കാട്ടിത്തരുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ജപം കൊണ്ട്, ബീജാക്ഷരങ്ങളുടെ മാല കൊണ്ട്, അവയുടെ നിരന്തരമായ ജപം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കോസ്മിക് എനർജിയുടെ വലിയ വിസ്ഫോടനങ്ങളെ സൃഷ്ടിക്കുവാൻ ശേഷിയുള്ള പവർ പാക്കറ്റാണ് ബാഹുലേയാഷ്ടകം. ശരഹണഭവ എന്ന മന്ത്രത്തിനെ ഓരോ അക്ഷരത്തിൻ്റെയും 4 പിരിവുകളായ ബീജമന്ത്രങ്ങളായി പിരിച്ചിട്ട് ഗുരു വിന്യസിച്ച ഒരു രീതിയുണ്ടിതിൽ. ശം ശം ശം, ശിം ശിം ശിം, ശും ശും ശും, ശൗം ശൗം ശൗം, രം രം രം, റിം റിം റിം, രും രും രും, രൗം രൗം രൗം, ഹം ഹം ഹം, ഹിം ഹിം ഹിം, ഹും ഹും ഹും, ഹൗം ഹൗം ഹൗം, നം നം നം, നിം നിം നിം, നും നും നും, നൗം നൗം നൗം, ഭം ഭം ഭം, ഭിം ഭിം ഭിം, ഭും ഭും ഭും, ഭൗം ഭൗം ഭൗം, വം വം വം, വിം വിം വിം, വും വും വും, വൗം വൗം വൗം. ഈ ശബ്ദങ്ങൾ, ബീജമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ തൊണ്ടയിലിരിക്കുന്ന സ്വനപേടകം തൊട്ടിങ്ങോട്ടൊരു പ്രകമ്പനം ഉണ്ടാകുന്നുണ്ട്.
ആ പ്രകമ്പനങ്ങളാണ് വാസ്തവത്തിൽ സായിപ്പന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ അവയവങ്ങളെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തെ നന്നായി പ്രവർത്തിക്കുകയും അതിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം ഇതാണ്. എന്നിരുന്നാലും സാധാരണ മനുഷ്യർക്ക് ഏതാണ്ടൊരു 1890 കാലഘട്ടത്തിൽ ഗുരു എഴുതിയൊരു കൃതിയാണ് ബാഹുലേയാഷ്ടകം. ഒന്ന് ആലോചിച്ച് നോക്കണം. മന്ത്രസംസ്കാരമോ മന്ത്രവിധിയോ ജപമോ വൈദികമോ ഒന്നും സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക്, ജാതിയിൽ താന്നവനെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് ചൊല്ലുവാനോ പഠിക്കുവാനോ സാഹചര്യമോ യോഗ്യതയോ ഒന്നും മറ്റുള്ളവർ കൽപ്പിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഏതു കാലഘട്ടത്തിലാണ്? എനിക്കും നിങ്ങൾക്കും മന്ത്രം കേട്ടാൽ, വേദം കേട്ടാൽ ചെവിയിൽ ഈയമുഴുക്കി ഒരുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതേ മന്ത്രത്തിൽ നിന്നെടുത്തിട്ടുള്ള, അതേ വേദങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള ബീജമന്ത്രങ്ങളെ കോർത്തൊരു കൃതി കയ്യിൽ തന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ച തൻ്റെ ഇടം എന്തായിരുന്നു? എന്നെയും നിങ്ങളെയും കൊണ്ട് ഒരു മന്ത്ര സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഫലം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അധികം നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ബാഹുലേയാഷ്ടകം മന്ത്രങ്ങളുടെ ധ്വനികൾ കൊണ്ട് ചടുലമാണെങ്കിൽ ഷൺമുഖദശകം ഒഴുകിയിറങ്ങുന്ന ഒരു ചെറു നദി പോലെയാണ്. ചിലർക്ക് ദൈവത്തെ, ഇഷ്ടദേവനെ ഏത് ഭാവത്തിൽ വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കാം. അതിൽ ചിലർക്ക് ദൈവത്തെ വാത്സല്യപൂർവ്വം ആരാധിക്കുവാൻ ഇഷ്ടമുള്ളവരുണ്ട്. ആ വാത്സല്യത്തോടുകൂടി എങ്ങനെ ദേവനെ ആരാധിക്കുവാം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഷൺമുഖദശകം എന്ന് പറയുന്ന ധ്യാനകൃതി. 1-ാം പദ്യം തൊട്ട് 10-ാം പദ്യം വരെ ഷൺമുഖൻ്റെ ധ്യാനമാണ്. ആ ധ്യാനത്തിൽ വളരെ ഗംഭീരമായിട്ട് വാത്സല്യഭക്തിയുടെ നിറവോടുകൂടി ഗുരു സുബ്രഹ്മണ്യനെ വിളിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. സുബ്രഹ്മണ്യ കീർത്തനം എഴുതിയ ഗുരു തന്നെയാണോ ഷൺമുഖദശകം എഴുതിയെന്നൊരു സംശയം തോന്നിപ്പിക്കുന്ന അത്രയും വളരെ സുന്ദരങ്ങളായ, വളരെ ലോലമായിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട്. ആലക്കാലക്കഴുത്തേൽ അരവവും അതിലൂടാടിയോടുന്ന പൊന്നിന്നൂലിൽ കോർത്തിട്ടു ചാർത്തിക്കിലുകിലയൊലി കൊള്ളുന്ന വെള്ളച്ചിലമ്പും വേലും ശൂലം വിളങ്ങും വരദവും അഭയം ചെങ്കരത്താരിലേന്തി പാലാലോലും അടുത്തോം പുതുമൊഴി ഒഴുകും വായുമായി വാ കളിപ്പാൻ. ഓമലുണ്ണിയായ ദേവനെ, ഷൺമുഖദശകത്തിൽ കൂടി വാത്സല്യഭക്തിയുടെ നിറവിൽ നിന്ന് ഒരു ഭക്തനെങ്ങനെ വിളിക്കുമെന്ന് ഗുരു കാട്ടിത്തരുന്ന സുന്ദരമായ വരികളാണ്. ആലക്കാലക്കഴുത്തേൽ, ആലം എന്ന് പറഞ്ഞാൽ വിഷം, വിഷം പോലെ കറുത്തിരിക്കുന്ന കഴുത്തേൽ പാമ്പ്, അരവവും അതിലൂടാടിയോടുന്ന, അതിൻ്റെ ഇടയിൽ കൂടി ഇളകിയാടുന്ന പൊന്നിന്നൂലിൽ കോർത്തിട്ടു ചാർത്തി കിലുകില എന്ന ശബ്ദമുണ്ടാക്കുന്ന വെള്ളച്ചിലമ്പും വേലും ശൂലവും വരദവും അഭയവും തൻ്റെ ചുവന്ന കൈകളിൽ ഏന്തി പിടിച്ചുകൊണ്ട് എൻ്റെ മുരുകാ പാലാലോലും പാലിറ്റു വീഴുന്ന മടുത്തൂം പുതുമൊഴി ഒഴുകും തേനൊഴുകുന്ന പുതുമൊഴികൾ കൊണ്ട് സമ്പന്നമായ ആ ചെറുവായി കൊണ്ട് എൻ്റെ അടുത്തേക്ക് കളിക്കാനൊന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭക്തൻ വാത്സല്യഭക്തിയുടെ നിറവിൽ നിൽക്കുക. പക്ഷേ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് സുബ്രഹ്മണ്യ കീർത്തനത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അന്തിച്ചു പോകും. ഇത്രയും നേരം കണ്ട ഗുരുവിനെയല്ല സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും കാണുന്നത്. ഭക്തിക്കൊരു സവിശേഷതയുണ്ട്. ഭക്തിയുടെ തലങ്ങളിലേക്ക് ഉയർന്നു ചെല്ലുമ്പോൾ അവിടെ ഭഗവാനോടുള്ള വേർതിരിവ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ചില സ്വാതന്ത്ര്യങ്ങൾ എടുക്കും. ഭക്തൻ ചിലപ്പോൾ ന്യായം പറഞ്ഞെന്ന് വരും. ഭഗവാനോടെ ന്യായം പറയും, ഇത് ശരിയാണോ എന്ന് ചിലപ്പോൾ ചോദിക്കും. ആ ന്യായം സഖ്യഭക്തിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഈശ്വരനെ തൻ്റെ ഏറ്റവും അടുത്തതായിട്ട്, തനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ദേവനായിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു സംസാരമൊക്കെ ഭക്തനിൽ നിന്നുണ്ടായേക്കാം. അത്തരം വാക്കുകളുടെ ഒഴുക്കുകൊണ്ട് സുന്ദരമായ കൃതിയാണ് ശ്രദ്ധരാവൃത്തത്തിലെ സുബ്രഹ്മണ്യ കീർത്തനം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈശ്വരീയമായ അനുഭൂതിയുടെ തലവും ഇതേ കൃതി നമ്മെ കാണിച്ചു തരുന്നുണ്ട്.
ശ്രീനാരായണ ഗുരുദേവൻ പരമദൈവമായിട്ട് ബ്രഹ്മസ്വരൂപനായിട്ട് വിരാജിക്കുന്നതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവുകളും ഇതേ കൃതിയിലുണ്ട്. പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ അതിലൊരു ഭക്തനെ പ്രത്യേകിച്ച് ആകർഷിക്കുന്നത് അതിൻ്റെ ഭാഷയാണ്. ഇംഗ്ലീഷ് പദങ്ങൾ ഉൾപ്പെടെ നാടൻ പദപ്രയോഗങ്ങൾ ഉൾപ്പെടെ ശ്രീനാരായണ ഗുരുദേവൻ ഇട്ടമ്മാനമാടുന്ന ഒരു വാക്പ്രവാഹമുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആദ്യമൊക്കെ കുറച്ച് സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഭക്തനുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഭഗവാനോട് മൗനപ്പൂന്തേനൊഴുക്കേ മതിയമൃതുലിയേ മന്ദനാമിൻ മനക്കജ്ഞാന കണ്ണാടിയേ നിന്തിരുവടി അടിയൻ സങ്കടം പോക്കിടേണം നിന്തിരുവടി അടിയൻ തീ പൊറുത്തിട വേണം കോനിത്തന്തേനുമായി കുറവർ കുടിയതിൽ പെണ്ണെടുത്തുണ്ടു അതേക്കാൾ മാനക്കേടോ നിനക്കീ അഗതിയെ അവനം ചെയ്തു നിന്നോടു ചേർത്താൽ. എൻ്റെ മൗനപ്പൂന്തേനൊഴുക്കേ, എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഒഴുകിയിറങ്ങി വരുന്ന അമൃതിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രവാഹമേ, മന്ദബുദ്ധിയായിരിക്കുന്ന മന്ദനായിരിക്കുന്ന എൻ്റെ ജ്ഞാനക്കണ്ണാടിയായിട്ടുള്ളവനേ എന്നൊക്കെ വിളിച്ചു ആദ്യം. എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കണേ. കുറേ നേരമായിട്ട് വിളിക്കുകയാണ്, കാണുന്നില്ല. ഇനിയും നിനക്ക് വരാൻ മടിയാണോ? പണ്ട് നീ ഒരു കൂനിത്തന്തേനുമായിട്ട് പടുവൃദ്ധനായിട്ട് പണ്ടിയുടെ വള്ളിക്കുടലിൽ പോയിട്ടുള്ളതല്ലേ, വള്ളിയുടെ വീട്ടിൽ ചെന്ന് പെണ്ണെടുത്തുണ്ടിട്ടുള്ളതല്ലേ, അതിനേക്കാൾ മാനക്കേടാണോ നിനക്ക് എൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഭക്തൻ്റെ പരിവേദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തിരി കൂടി കഴിയുമ്പോൾ കണ്ണുണ്ടീരാറു കാതും കരവും അതു കണക്കുണ്ടു കാരുണ്യമോ ഈ വണ്ണം മറ്റാർക്കുമില്ല ഈ അടിമൈഹ പെടും പാടു കണ്ടീലയോ നീ. നിനക്ക് ഇത്രയും കണ്ണും കാതും കയ്യും ഒക്കെ ഇല്ലേ? ഈ അടിമ ഇവിടെ കിടന്ന് കഴിക്കുന്ന പാടുകളൊക്കെ നീ കാണുന്നില്ലേ? കണ്ണിൽ കണ്ടോർ പഴിക്കുന്നതും ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ? ദണ്ണം തീർത്തെന്നെ രക്ഷിച്ച ഭയമരുളുവാൻ കൈയുമൊന്നല്ലേ വേണ്ടു. 12 കൈയില്ലേ, അതിൽ ഒരു കൈയെടുത്താൽ എന്നെ ഒന്നും രക്ഷിക്കാൻ പാടില്ലേ? ഇത്രയും ന്യായം പറഞ്ഞിട്ടും ഭഗവാൻ കേൾക്കണില്ലല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരല്പം കൂടി സ്വാതന്ത്ര്യം കൂട്ടിയെടുത്തുകൊണ്ട് ഭഗവാനോട് ആ പരിവേദനത്തിൻ്റെ പരിസീമകളെ ലംഘിച്ചുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകളിൽ കൂടി ഒരു ഭക്തൻ്റെ വിലാപത്തെ ഒരല്പം കാലുഷ്യം കലർത്തി അവിടെ പറയുന്നുണ്ട്. എച്ചിൽ ചോറുണ്ട പുള്ളിക്കിനി ഒരു മകനാം നീ ഇരപ്പാളി. നമ്മൾ നാടൻ ഭാഷയിൽ ചിലർ പറയാറില്ലേ, പുള്ളിക്കാരൻ പോകുന്നു അല്ലേ, പുള്ളിക്കാരൻ വന്നില്ല. എച്ചിൽ ചോറുണ്ട പുള്ളിക്ക് ഇനിയൊരു മകനാം നീ ഇരപ്പാളി ഞാനോ പിച്ചക്കാരൻ പിഴയ്ക്കും പിഴകളഖിലവും നീ പൊറുക്കെന്നു ന്യായം. ശിവൻ പണ്ട് ബ്രഹ്മഹത്യാ പാപം തീണ്ടിയപ്പോൾ ഇരപ്പോടുമായിട്ട് ഇരപ്പാളിയായിട്ട് നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇരപ്പ് കൊണ്ട് ഭിക്ഷയാചിച്ച് വിശപ്പിന് അന്നം തേടി കഴിക്കുന്നവൻ ഇരപ്പാളി. വിശപ്പിന് വേണ്ടിയിട്ട് തലയോട്ടിയെ ഭിക്ഷാപാത്രമാക്കി നടന്ന ശിവന്റെ പുത്രനല്ലേ നീയ്? എച്ചിൽ ചോറുണ്ട പുള്ളിക്കിനി ഒരു മകനാം നീ ഇരപ്പാളി. ഞാനാരാ? ഞാനോ പിച്ചക്കാരൻ. ഞാൻ പണ്ടേ പിച്ചക്കാരനാണ്. ഞാനിവിടെ സ്വന്തമായിട്ടൊന്നും നേടിയിട്ടില്ല. ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ പൂർവികരായിട്ടുള്ളവർ, എൻ്റെ മുൻതലമുറയിലുള്ളവർ, അവരൊക്കെ കണ്ടതും കേട്ടതും അന്വേഷിച്ചതും അറിഞ്ഞതും കണ്ടുപിടിച്ചതിൻ്റെയും ഒക്കെ ബാക്കിയേ ഞാനും കണ്ടുപിടിച്ചിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും പുതിയതായിട്ട് നേടിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഈശ്വരൻ എന്തൊക്കെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ബാക്കി എച്ചിലാണ് ഞാനും നിങ്ങളും ഒക്കെ സമ്പാദിച്ച ഡിഗ്രികളൊക്കെ. ദൈവത്തിൽ നിന്ന്, ഈശ്വരനിൽ നിന്നുണ്ടായിട്ടുള്ളത് മാത്രം പുതിയതായിട്ട് മനുഷ്യനൊന്നും കണ്ടുപിടിക്കുന്നില്ല. ഉണ്ടെന്നുള്ളത് അവൻ്റെ ബോധമാണ്. ആ എച്ചിലുണ്ട് നടക്കുന്ന ഞാനും പിച്ചക്കാരനാ, നീയും പിച്ചക്കാരൻ. നീ വലിയ പിച്ചക്കാരൻ, ഞാൻ ചെറിയ പിച്ചക്കാരൻ. അപ്പോൾ എന്ത് ചെയ്യണം? പിഴയ്ക്കും പിഴകൾ അഖിലവും നീ പൊറുക്കുന്നു ന്യായം. ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ പൊറുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായം. എന്നിട്ട് ആ ന്യായത്തെ ഒന്ന് സാധൂകരിക്കാൻ അവിടെ ഒരു ചെറിയ കാര്യം കൂടി പറയുന്നുണ്ട്. അച്ഛൻ പൈതങ്ങൾ തൻ കാലടി ഇണയടിപെട്ടാലും. അച്ഛനും മക്കളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 or 6 വയസ്സുള്ളൊരു കുട്ടി അച്ഛൻ്റെ ദേഹത്തു കയറിയിരുന്ന് നന്നായിട്ടൊന്ന് കളിക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ കൈയും കാലും ഒക്കെ അച്ഛൻ്റെ മുഖത്തോ ശരീരത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയെന്ന് വരും എന്ന് വിചാരിച്ച് അച്ഛൻ കുഞ്ഞിനെ ദേഷ്യപ്പെട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുമോ? ഒരിക്കലുമില്ല. ആ കൊച്ചുങ്ങൾക്കുള്ള അഭീഷ്ടം കനിവോടു നിറവേറ്റി കൊടുക്കുന്നുവല്ലോ. അറിയാതെ തട്ടിപ്പോയതല്ലേ എന്ന് വിചാരിച്ച് വാത്സല്യനിധിയായ പിതാവ് ആ കൊച്ചുങ്ങൾക്കുള്ള അഭീഷ്ടത്തെ ചെയ്തു കൊടുക്കുന്നത് പോലെ ഭഗവാനെ
ചിലപ്പോഴൊക്കെ പിഴവ് കൊണ്ട് ഞാൻ വല്ലതും പറഞ്ഞു പോയെന്നിരിക്കും, എന്നിൽ നിന്ന് തെറ്റുകൾ വന്നെന്നിരിക്കും. അതുകൊണ്ട് എന്നെ താഴ്ത്തിയിട്ട് കളയരുത്. എൻ്റെ പിഴകളെയെല്ലാം പുറത്ത് നീ എന്നെ നിന്നോട് ചേർത്ത് വെക്കണം. നമ്മൾ മുൻപ് പറഞ്ഞ നവമഞ്ജരി ഉണ്ടല്ലോ, നവമഞ്ജരി മിക്സ് ഓഫ് 3 ലാംഗ്വേജസ് എന്ന് പറയാം. മലയാള ഭാഷ, തമിഴ് ഭാഷ, സംസ്കൃത ഭാഷ, എല്ലാ പദങ്ങളും കൂടി ഗുരു ഇങ്ങനെ ഒരു മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ഒരു കൃതിയാണ് നവമഞ്ജരി എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. മലയാളത്തിലാണ് രചനയെങ്കിലും പലപ്പോഴും ഇടയ്ക്ക് പൊന്തി വരുന്ന തമിഴ് പദങ്ങളുണ്ട്, സംസ്കൃത പദങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലും ഗുരു ഒരു ന്യായം ചോദിക്കുന്നുണ്ട്. ഭഗവാൻ ഏതു ന്യായമാണോ? മഞ്ഞാവി തൻ കമനി കുഞ്ഞായ നിൻ ചരണകഞ്ചായ വീണു പണിയുന്ന ഇഞ്ഞാനും അങ്ങുമൊരു കുഞ്ഞാണിതെന്നറിവുക്കിം ന്യായം ഈശതനയാ. ഭഗവാനെ, ഈശതനയാ, നീ ഈശന്റെ തനയനല്ലേ, നീ മഹേശ്വരന്റെ പുത്രനല്ലേ, ഇത് ന്യായമാണോ? നീയും കുഞ്ഞ്, ഞാനും കുഞ്ഞ്. നീ ആരുടെ കുഞ്ഞ്? മഞ്ഞാവി തൻ കമനി കുഞ്ഞ്. മഞ്ഞ്, ആവി. ആവി എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ ജീവൻ എന്നൊരർത്ഥമുണ്ട്. മഞ്ഞിന് ജീവൻ കൊടുത്താൽ അതാരാണ്? ഹിമവാനാണ്. ഹിമവാന്റെ കമനി കുഞ്ഞ്, ഹിമവാന്റെ കമനി മകൾ, മകളുടെ കുഞ്ഞ്. ഹിമവാന്റെ മകൾ പാർവതി, പാർവതിയുടെ കുഞ്ഞ് സുബ്രഹ്മണ്യൻ. അപ്പോൾ മഞ്ഞാവിയുടെ കമനി കുഞ്ഞാണ് നീ. മഞ്ഞാവിതൻ കമനി കുഞ്ഞായ നിൻ ചരണകഞ്ചായ. ഇവിടെ ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് മത്തേഭവൃത്തത്തിലെ ദ്വാദശപ്രാസം എന്ന് പറയുന്ന ഒരു പ്രാസം എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ ഒരക്ഷരം പ്രത്യേകമായിട്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് 4 വരിയിൽ 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് ദ്വാദശപ്രാസം എന്ന് പറയുക. ദ്വാദശപ്രാസത്തിൻ്റെ പ്രത്യേകത, ഒരു വരിയിൽ നമ്മളൊരു പ്രത്യേക അക്ഷരം എണ്ണി നോക്കിയാൽ, ആ ആവർത്തിക്കുന്ന അക്ഷരം എണ്ണി നോക്കിയാൽ 12 തവണ ഉണ്ടാകും. ഈ പ്രസ്തുത സ്തോത്രത്തിൽ, ഈ പ്രസ്തുത പദ്യത്തിൽ അത് ഇഞ്ഞാന്ന് പറയുന്ന പദമാണ്, അല്ലെങ്കിൽ ആ ഒരു ശബ്ദമാണ്. അതങ്ങനെ ആവർത്തിച്ച് പോകുമ്പോൾ ഗുരു പറയുകയാണ്, മഞ്ഞാവിയുടെ കമനി കുഞ്ഞായ നീ, നിൻ്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ നീ പറയുവാണ് നീയും കുഞ്ഞാണ്, ഞാനും കുഞ്ഞാണ്. പക്ഷെ നീ ഈശ്വരൻ്റെ കുഞ്ഞാണ്, ഞാനിവിടെ ഒരു സാധാരണക്കാരൻ്റെ കുഞ്ഞാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നു നീയും ഞാനും ഒന്ന് തന്നെയാണെന്ന്. പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും കൺവെൻഷനുകളും പഠിപ്പിക്കുന്നു ഞാനും നീയും ഒന്ന് തന്നെയാണെന്ന്. തത്വമസി എന്ന്, അഹം ബ്രഹ്മാസ്മി എന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ ഭഗവാനെ, ഒരുപാട് പരിമിതികളുള്ള സാധുക്കളായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഞാനും നീയും ഒരുപോലെയാണോ? എൻ്റെ പരിതസ്ഥിതിയാണോ നിനക്കുള്ളത്? എൻ്റെ കഷ്ടപ്പാടുകൾ വല്ലതും നിനക്കുണ്ടോ? സ്വർഗീയമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അറിവായിരിക്കുന്ന നീ എവിടെ ഇരിക്കുന്നു? ലോക ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച് നടുക്കടലിൽ കിടക്കുന്ന ഞാൻ എവിടെ ഇരിക്കുന്നു? പക്ഷെ ഇതിനൊരു മാറ്റം വരാം കേട്ടോ. കിം ജാതകമ്പത തിരിഞ്ഞാകിൽ ഒന്നിഹ കനിഞ്ഞാലും ഒന്നടിയനിൽ പിൻ ഞാനും അങ്ങുമൊരു കുഞ്ഞാണിതെന്നൊരറിവും ജായതേ സഫലമായി. നീയൊന്നു വിചാരിച്ചാൽ ഈശതനയനായ നിന്റെ സ്വരൂപത്തെ ധ്യാനത്തിൽ കൂടി ഞാൻ കാണുവാൻ ശ്രമിക്കുമ്പോൾ, ജപത്തിൽ കൂടി ഞാൻ ഉറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, സാധനയിൽ കൂടി അതിലേക്ക് ഇരിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ, നീ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞൊന്നു പ്രകാശിച്ചാൽ, ഈശ്വരീയമായി നിന്നോട് ചേർന്നിരിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം, നീ ആ പറഞ്ഞ ന്യായം ശരിയാണ്, നീയും ഞാനും ഒരേപോലെയാണ്. ഗുരുവിൻ്റെ ന്യായ ഭാവനകളൊന്ന് ചിന്തിക്കണം. ഒരു സാധാരണ ഭക്തൻ ചിന്തിക്കുന്ന ന്യായ വിചാരങ്ങളോടൊക്കെ കൂടിയും ഈ കൃതികൾ പരിലസിക്കുന്നു. പക്ഷേ ഇവ കൊണ്ട് മാത്രമല്ല കേട്ടോ, അദ്വൈത ദർശനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ വീഴ്ചകളും ഇതേ സുബ്രഹ്മണ്യ കീർത്തനങ്ങളിൽ, ഇതേ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ സുന്ദരമായി നമുക്ക് കാണാം. ഷൺമുഖ സ്തോത്രത്തിലെ കേശാദിപാദ വർണ്ണനയ്ക്കു ശേഷം ഈ പ്രപഞ്ചം മുഴുവൻ ആ ദൈവത്തിൽ നിന്നു ഭിന്നമല്ലാതെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഏതാണ്ടൊരു 3-4 പദ്യങ്ങളിൽ കൂടി ഗുരു സുന്ദരമായിട്ട് പ്രസ്താവിച്ചു വെക്കുന്നുണ്ട്. അമ്പുതിത്തിരയും തിരക്കുമിളപ്രവാഹവും ഒക്കെയോരമ്പുരാശിയതായടങ്ങി ഒടുങ്ങിടും പടി നിന്നിൽ നിന്ന് അമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറഞ്ഞിടുന്ന അഖിലാണ്ടവും അമ്പയാ സഹവർത്തമാന വിജന്മ ഷൺമുഖ പാഹിമാം. എങ്ങനെയാണോ ഒരു കടലിൽ നിന്നു തിരകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണോ ആ തിരകളിലെ ജലം ആ കടലിലേക്കു തന്നെ തിരിച്ചുപോയി ആഴിയായി തന്നെ നിൽക്കുന്നത്, അതേപോലെ
ഈ പ്രപഞ്ചം മുഴുവൻ നിന്നിൽ നിന്ന് ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നു. നിന്നിൽ തന്നെ അത് ഉയർന്നു പൊങ്ങുന്നതായി കാണുന്നു, നിന്നിൽ തന്നെ അത് ഇളകുന്നതായി കാണുന്നു, നിന്നിലേക്കു തന്നെ ആ തിരകൾ തിരിച്ചു ലയിച്ചു ചേരുന്നു. അതേപോലെ മുരുകൻ എന്ന മൂർത്തിയിൽ കൂടി ശ്രീനാരായണ ഗുരുദേവൻ കാട്ടിത്തരുന്ന ബ്രഹ്മസ്വരൂപത്തിൽ എങ്ങനെയാണു പ്രപഞ്ചം മുഴുവൻ നിലനിന്ന് നശിച്ച് അടങ്ങിപ്പോകുന്നത് എന്നുള്ള വേദാന്ത തത്വചിന്തയെ, വേദാന്ത ദർശനത്തെ സുന്ദരമായി ഗുരു ഷൺമുഖ സ്തോത്രത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു. ആരാണോ ഈ കൃതികളെ സാധനയുടെ ഭാഗമാക്കിയെടുക്കുന്നത്, അവൻ ലക്ഷ്യബോധത്തിലേക്ക്, ഈ പറഞ്ഞ ദർശനത്തിൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് ഉയരുന്നു. ഗുരുവിൻ്റെ കൃതികൾ, സ്തോത്രകൃതികൾ എവിടെ നോക്കിയാലും നിരന്തരം അതിൽ കൂടി നൽകുന്ന ഒരു ലക്ഷ്യബോധമുണ്ട്. നീ നിരന്തരം ഈ കൃതികളുടെ പാഠനം കൊണ്ടെത്തേണ്ടുന്ന ലക്ഷ്യമുണ്ട് കുഞ്ഞേ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പല പദ്യങ്ങളിലും. സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ വിശേഷിച്ചും സുബ്രഹ്മണ്യ കീർത്തനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എൺചാൻറോട്ടൂടെയുള്ള ശകടമതു വലിച്ചോണ്ട് മേലീഴ്ത്തു കീഴും സഞ്ചാരം താവിമേവും തുരകമിണയുടെ പൂട്ടി ഓടിച്ചിറങ്ങി 5-8 കടന്നായ അരമനയകമേറി സുഖിച്ചങ്ങിരുന്ന് എന്നെഞ്ചാറി പാൽ കുടിപ്പാൻ ഒരു വരമരുളിയിടേണമേ തമ്പുരാനെ. എൺചാൺറോട്ടൂടെ, 8 ചാൺ നീളമുള്ള ശരീരമാകുന്ന റോട്ടിൽ കൂടെ, റോഡ് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു വാക്കാണ്, അതൊരു മലയാള കൃതിയുടെ ഒത്ത നടുക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. വേറെ ആർക്ക് വെക്കാൻ കഴിയും ഇങ്ങനെ? എൺചാൺ റോട്ടൂടെ, 8 ചാൺ നീളമുള്ള പാതയാകുന്ന, അവനവൻ്റെ കൈയിൻ്റെ ശരീരമനുസരിച്ച് അവനവൻ്റെ ശരീരത്തിന് 8 ചാൺ നീളം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 1 ചാൺ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അളവ്, ഇതാണ് 1 ചാൺ. ഈ അളവനുസരിച്ച് അവനവൻ്റെ ശരീരത്തിന് 8 ചാൺ നീളമുണ്ട്. ആരൊക്കെയോ അളന്ന് നോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും 8 ചാൺ നീളമുണ്ട്. മറ്റൊരാളുടെ കൈയെടുത്ത് വെക്കരുത്. അവനവൻ്റെ കൈ വെച്ച് അളവ് പിടിച്ച് ശരീരം അളന്ന് നോക്കിയാൽ 8 ചാൺ നീളമുണ്ട്. എൺചാൺ റോട്ടൂടെയുള്ള ശകടം, 8 ചാൺ നീളമുള്ള ഈ ശരീരമാകുന്ന ശകടം, അത് വലിച്ചോണ്ട് ജീവനാകുന്ന തേരാളി ഈ ശകടത്തെ വലിച്ചോണ്ട് മേലീഴ്ത്തു കീഴും സഞ്ചാരം താവിമേവും തുരകമിണയുടെ, ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രാണാപാനന്മാരാകുന്ന, ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന പ്രാണനും കീഴ്ഭാഗത്തേക്കുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അപാനനുമാകുന്ന 2 കുതിരകളെ പൂട്ടിപ്പിടിച്ചുകൊണ്ട് നടുറോട്ടൂടെ ഓടിച്ച്, നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു റോഡുണ്ട് നമുക്ക്, ആ ഒരു സുഷുമ്ന എന്ന് പറയുന്ന ഒരു റോഡുണ്ട് നമുക്ക്. ആ റോട്ടിൽ കൂടി വന്നിട്ട് 5, 6, 8 കടന്നു പോകണം. 5 ഇന്ദ്രിയങ്ങളെ, കണ്ണും മൂക്കും നാക്കും ത്വക്കും ചെവിയുമാകുന്ന 5ഉം, 6 മനുഷ്യൻ്റെ വികാരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അസ്ഥി, ജന്മം, വൃദ്ധി, പരിണാമം, അപക്ഷ്യം, വിനാശം എന്നീ ശരീരഭാവങ്ങളെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളും മനസ്സും എന്ന് ചിന്തിക്കാം. ഈ 6നെയും 8 മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം, ബ്രഹ്മരന്ധ്രം, സഹസ്രാരപത്മം എന്നീ 8 ചക്രങ്ങളെയും കടന്ന് ഈശ്വരീയമായ അനുഭൂതിയെ നേടിയിട്ട് നെഞ്ചാറിപ്പാല് കുടിക്കാനുള്ള അവസരമുണ്ടാകണം. മനസ്സൊന്നാറണം, ഉള്ളിലുള്ള അമൃത് പുറത്തു വരണം, ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കാണുവാൻ സാധിക്കണം. ഒരു സാധനയുടെ ലക്ഷ്യം ഇതാണ്, ഒരു പൂജയുടെ ലക്ഷ്യം ഇതാണ്, ഒരു പ്രാർത്ഥനയുടെ ലക്ഷ്യം ഇതാണ്. ഈശ്വരൻ എന്ന തത്വത്തോട്, ഈശ്വരൻ എന്ന സത്യത്തോട് ചേരുക. പ്രാർത്ഥനയും ജപവും ധ്യാനവും നൽകുന്ന ബലവും ഇതാണ്. സ്തോത്രകൃതികൾ തുറക്കുന്ന വഴിയും ഇതുതന്നെയാണ്. പുറമേക്കു നമുക്ക് സ്തുതിക്കുവാനുള്ള ചില വാചകങ്ങളെന്ന് തോന്നുമെങ്കിലും, സ്തുതിക്കുവാനുള്ള ചില വരികളെന്ന് തോന്നുമെങ്കിലും, അതിൻ്റെ ഉള്ളിൽ കൂടി നടത്തി ഗുരു നമ്മെ എത്തിക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ്, ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക്. അവനവൻ്റെ സത്ത എന്തെന്ന് തിരിച്ചറിയുന്ന നിലയിലേക്കാണ് അവിടെ ഗുരു നമ്മെ ഉയർത്തിയെടുക്കുന്നത്. എല്ലാ കൃതികളിലും ഇതിന് ഉദാഹരണങ്ങളുണ്ട്, പക്ഷേ അത് പറയുവാനുള്ള ഒരു സാഹചര്യമോ സന്ദർഭമോ അല്ല ഇപ്പോഴിവിടെയുള്ളത്.
ഗുരുവിൻ്റെ സ്തോത്രകൃതികളാവട്ടെ, അതിൽ സുബ്രഹ്മണ്യ കൃതികളാവട്ടെ, ശിവസ്തോത്രങ്ങളാവട്ടെ, ദേവീ സ്തോത്രങ്ങളാവട്ടെ, ഏതുമായി കൊള്ളട്ടെ, അവയുടെ ഏതാണ്ട് എല്ലാ കൃതികളുടെയും ധർമ്മവും കർമ്മവും ഇതുതന്നെയാണ്. ആരാണോ ശരിയായി പ്രയോഗിക്കുന്നത് അവൻ്റെ ഉള്ളിൽ ഭക്തിയുടെ വിത്തുകൾ മുളപ്പിക്കാൻ, കാമം മുൻപായി മുളയ്ക്കും കളമുളകൾ അറുത്ത് ഉൾനിലത്തൻപു വിത്തിട്ട് ഭക്തിപ്പൊടിപ്പിൻ പയിർക്കതിർ വരുമാറാകണേ എന്ന് ഷൺമുഖദശകത്തിൽ പാടിയതുപോലെ കാമം തൊട്ട് മുളയ്ക്കുന്ന കളകളെ പറിച്ചു കളഞ്ഞ് അവിടെ ഭക്തിയുടെ മുളപ്പുകൾ ഉണ്ടാകുവാൻ, ഭക്തിയുടെ തലത്തിൽ കൂടി നടന്ന് ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ, ആ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ലോകമെല്ലാം ഈശ്വരൻ എന്ന സത്യത്തിൽ ലയിച്ചു നിൽക്കുന്നത് കാണുവാനും, ആ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ ഒപ്പമുള്ളവരെ കൂടി ശീഘ്രം നദിയിൽ മുഴുക്കുവാനുമുള്ള വീക്ഷണത്തിലേക്കുയർത്തുവാനുള്ള പടികളാണ് വാസ്തവത്തിൽ ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെന്ന് നിസ്സംശയം പറയാം. ഗുരുവിൻ്റെ പരിഷ്കരണ പ്രക്രിയയും ഇതുതന്നെയാണ്. ആ പരിഷ്കരണ പ്രക്രിയയുടെ ഏതാണ്ടൊരു സുന്ദരമായ ഭാവമാണ് 3 ദിവസങ്ങളിൽ ഇപ്പോൾ ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സുന്ദരങ്ങളായ വാക്കുകളിൽ കൂടി, സുന്ദരങ്ങളായ പ്രഭാഷണങ്ങളിൽ കൂടി, സുന്ദരങ്ങളായ വിഷയങ്ങളിൽ കൂടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ യാത്രയുടെ പടികളെ തന്നെയാണ്. ദൈവത്തിലേക്കുള്ള, നമ്മുടെ പരമദൈവമായ ഗുരുവിലേക്കുള്ള യാത്ര. ആ ഗുരുവിനെ സുബ്രഹ്മണ്യ ഭാവത്തിലോ വിഷ്ണുഭാവത്തിലോ ദേവീഭാവത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്തുതിക്കാം കേട്ടോ. ഇതേ സ്തോത്രകൃതികളെ ഗുരുവിനെ ഉള്ളിൽ ഉപാസനാമൂർത്തിയായി കണ്ടുകൊണ്ട് വേണമെങ്കിൽ സ്തുതിക്കാം, യാതൊരു തെറ്റുമില്ല. പക്ഷേ സ്തുതിക്കുമ്പോൾ മൂർത്തിയിൽ നിന്നു പോകരുതെന്ന് മാത്രം, മൂർത്തിയിൽ നിന്നു പോകരുത്. പല കൃതികളിലും ഗുരു കേശാദിപാദ ധ്യാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഷൺമുഖ സ്തോത്രം കൊടുത്തിരിക്കുന്നത് ഷൺമുഖനെ പൂജിക്കാൻ മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ ഷൺമുഖൻ്റെ രൂപം എന്തിനാ കൊടുത്തിരിക്കുന്നത്, ഇത്രയും വിശദമായിട്ട് എന്തിനാ പറയുന്നത്? ഷൺമുഖ ദശകത്തിൽ 10 പദ്യങ്ങൾ കേശാദിപാദ ധ്യാനമാണ്. വിശാഖ ഷഷ്ടിയിൽ 20-ാം പദ്യം തൊട്ട് മാർത്താണ്ഡ ഷൽക്കമോടെ ദർത്താഭ നിൽക്കിൽ അവയാർത്താഭവിക്കും അളവേ കാർത്യായനീ തനയൻ്റെ കാർത്തസ്വരാഭ മകുടത്തിൽ നിന്ന്, സുബ്രഹ്മണ്യ ഭഗവാന്റെ കിരീടത്തിൽ നിന്ന് 20-ാം പദ്യത്തിൽ ഇപ്രകാരം ആരംഭിച്ച് ഏതാണ്ട് 36-ാമത്തെ പദ്യത്തില് പാദത്തെ പറയുന്നത് വരെ 16 പദ്യങ്ങൾ കേശാദിപാദ ധ്യാനമാണ്. പല കൃതികളിലും ഈ ധ്യാനം കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണിത്? കേശാദിപാദ ധ്യാനം എന്ന് പറയുന്നത് ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ധ്യാനം നമ്മെ കൊണ്ട് ശീലിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഏകാഗ്രത എന്ന വലിയ ഗുണത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തെ സ്വീകരിക്കുവാൻ നമുക്ക് പ്രാഥമികമായി വേണ്ടത് ശ്രദ്ധയാണ്. ആ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേശാദിപാദ ധ്യാനം കൊണ്ടുള്ള പ്രയോജനം. ഇപ്പം നമ്മൾ ഷൺമുഖ സ്തോത്രം ചൊല്ലുമ്പോൾ അർക്കബിംബം ഒരാറുദിച്ചുയരുന്നത് പോലെയുള്ള ഭഗവാന്റെ 6 കിരീടങ്ങളും തൃക്കിരീട ജടക്കിടയിലിരിക്കുന്ന അരവങ്ങളും അമ്പിളിയും തുമ്പയും ദുഷ്കൃതങ്ങൾ ഒഴുക്കുന്ന എല്ലാ ദോഷങ്ങളെയും അകറ്റിക്കളയുന്ന ഗംഗയും 6 വാർമതിയോട് എതിർത്തു നിൽക്കുന്ന സുന്ദരങ്ങളായ 6 മുഖങ്ങളിലും നല്ല മനോഹരമായ കാർവില്ലു വെല്ലുന്ന ചില്ലിക്കൊടികൾ 6 സെറ്റും നാസിക വലിയും ഇന്ദുബിംബ വിഭാവസുക്കളായ കണ്ണുകളും നല്ല സുന്ദരങ്ങളായ മൂക്കുകളും പവിഴത്തിൻ്റെ ശോഭ പോലും നമിച്ചു പോകുന്ന ചുണ്ടുകളും വെണ്ണക്കെട്ടി പോലും തോൽക്കുന്ന സുന്ദരമായ കവിൾത്തടങ്ങളും കുണ്ടലങ്ങളും ഗുരു കാണിച്ചു നൽകുമ്പോൾ ഷൺമുഖ സ്തോത്രത്തിൽ മനസ്സറിഞ്ഞു സഞ്ചരിക്കുന്ന ഭക്തൻ ഏകാഗ്രത പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഏകാഗ്രത പഠിക്കുകയാണ്. ഷൺമുഖ സ്തോത്രത്തിൻ്റെ ഓരോ വരി കഴിയുമ്പോഴും അതിൻ്റെ വിശേഷണത്തെ ചിന്തിക്കുന്നവൻ ഏകാഗ്രതയാണ് വാസ്തവത്തിൽ പഠിക്കുന്നത്. ഇപ്പം മൂർത്തിയിലല്ല നിൽക്കേണ്ടത്. സുബ്രഹ്മണ്യ സ്തോത്രം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനെ ഭജിക്കുക എന്നുള്ളത് മാത്രമല്ല, സുബ്രഹ്മണ്യനിൽ കൂടി അവനവനിലേക്ക് ഉയരാനുള്ള ഗുണങ്ങളെ സമ്പാദിക്കുക, ഏകാഗ്രതയിലേക്ക് എത്തുക, ഭക്തിയിലേക്ക് എത്തുക, വിശ്വാസത്തിലേക്ക് എത്തുക, സാധനയെ ഉയർത്തുക. ആ തലമാണ് ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ഉൾപ്പെടെയുള്ള സുന്ദരമായ കൃതികളിൽ കൂടി നൽകുന്നത്. ഒപ്പം ഗുരുവിൻ്റെ ആത്മകഥാംശങ്ങൾ കൂടിയാണിവ. എന്തുകൊണ്ടാണ് താൻ സമാധ്യവസ്ഥയെ പുൽകിയിട്ടും
തിരിച്ച് ഈ ഭൂമിയിലേക്ക് മരുത്വാമല എന്ന ഉന്നത ശിഖരമാർന്ന് നിൽക്കുന്ന മലയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് എന്തുകൊണ്ട് ലോക ജീവിതത്തിലേക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതിൻ്റെ ഉത്തരവും ഇതേ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ആത്മകഥാംശങ്ങളായ സാധനയുടെ പടികളായിട്ടുള്ള സുബ്രഹ്മണ്യ സ്തോത്രങ്ങളെയും ഇതര സ്തോത്രങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സാധനയുടെ ഭാഗമാക്കുക. അത് നന്മയിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യും. ഈ നദിയുടെ തീരത്ത്, ഒരുപക്ഷേ ശാന്തമായി ഒഴുകുന്ന നദിയുടെ തീരത്ത്, ഏതാണ്ട് ചടുലമായി ഒഴുകുന്ന വാക്കുകളിൽ കൂടി ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ, ഗുരുവിൻ്റെ കൃതികളെ, നന്മയെ കേൾക്കുവാനുള്ള വലിയ അവസരമാകുന്ന ഈ കൺവെൻഷൻ വേദിയിൽ, ഈ ജ്ഞാനദാന യജ്ഞത്തിൻ്റെ സമ്പൂർണമായ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഇത്രയധികം സമയം നിങ്ങളോട് സംസാരിക്കുവാൻ ലഭിച്ച അവസരത്തിന് ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടും ഈ അവസരത്തെ എന്നിലേക്ക് ഭാഗ്യമായി സുഹൃതമായി എത്തിച്ചു തന്ന യൂണിയൻ്റെ എല്ലാ നല്ലവരായ ഭാരവാഹികളോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ടും ഇത്രയധികം സമയത്തെ ശാരീരികമായ എല്ലാ പരിമിതികളുടെയും ഉള്ളിലിരുന്നും നടുവിലിരുന്നും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെയോ ഇങ്ങട് വാ എന്നൊക്കെ ഒന്ന് വിളിച്ചാലും സടകുടഞ്ഞെഴുന്നേറ്റ് തട്ടിക്കൂട്ടി പൂട്ടിപ്പിടിച്ച് നടുറോട്ടൂടെ ഓടിച്ച് എൻ്റെ വാക്കുകളെ സ്വീകരിച്ച എല്ലാ പ്രിയമുള്ള സജ്ജനങ്ങൾക്കും ശ്രീനാരായണ പരമഹംസദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപാദങ്ങളിലേക്ക് എൻ്റെ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.